ഇന്ന് ജെൻസിയുടെ പ്രണയ നിഘണ്ടുവിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് സിറ്റുവേഷൻഷിപ്പ്, ബിഞ്ചിങ്, ഗോസ്റ്റിംഗ് എന്നിവയൊക്കെ. പുതുതലമുറയുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇവയെന്ന് പലരും കരുതും. പക്ഷേ ഈ തലമുറ ജനിക്കുന്നതിന് 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യബന്ധങ്ങളുടെ ഈ സങ്കീർണതകളെ അത്ഭുതകരമായ കൃത്യതയോടെ വായിച്ചെടുത്ത ഒരു സംവിധായകനുണ്ടായിരുന്നു, ദ ഗ്രേറ്റ് പത്മരാജൻ. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെയും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. പക്ഷേ മലയാളി മറക്കാൻ ആഗ്രഹിക്കാത്ത ചില കഥയും കഥാപാത്രങ്ങളുമുണ്ട്. പെരുവല്ലൂർ ഉണ്ണിമേനോനെ അറിയാമോ? ഇല്ലല്ലേ? പക്ഷേ മണ്ണാറത്തോടെ ജയകൃഷ്ണനെയോ? അതറിയാതിരിക്കാൻ സാധ്യതയില്ല. ക്ലാരയും മണ്ണാറത്തോടെ ജയകൃഷ്ണനും പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രണയത്തിന് 3 പതിറ്റാണ്ടാണ് പഴക്കം. മലയാളികളുടെ കാൽപ്പനിക ഭാവനകളെ ഇത്രമേൽ ഉലച്ചു പേച്ച മറ്റൊരു മഴക്കാലമില്ല. നനഞ്ഞൊട്ടിയ തൃശ്ശൂരിന്റെ തെരുവുകളിലൂടെ ഹൃദയത്തിൽ വിപ്ലവവും പ്രണയവും സൗഹൃദത്തിന്റെ അടങ്ങാത്ത ലഹരിയും പേറി നടന്ന മണ്ണാറത്തോടെ ജയകൃഷ്ണൻ എന്ന തറവാടി പ്രഭുവിനെ അറിയാത്ത മലയാളികൾ കാണില്ല. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ഓരോ മഴക്കാലവും മലയാളിയുടെ മനസ്സിലേക്ക് കുളിരായി പെയ്തിറങ്ങുന്ന നിത്യഹരിത പ്രണയ കാവ്യമാണ് പത്മരാജൻ എന്ന മാന്ത്രിക സംവിധായകൻ ആവിഷ്കരിച്ച തൂവാനത്തുമ്പികൾ. 1987 വെള്ളിത്തിരയിലെത്തിയ ഈ ചിത്രം റിലീസ് ചെയ്ത് ഇപ്പോൾ 39 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിലെ പ്രധാന കഥാപാത്രങ്ങളായ മണ്ണാറത്തോടി ജയകൃഷ്ണനും ക്ലാരയും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴവും ദാർശനികമായ സങ്കീർണതയും മലയാളി പ്രേക്ഷകരിൽ സൃഷ്ടിക്കുന്ന കമ്പനം ഒട്ടും കുറച്ചിട്ടില്ല. പ്രണയം എന്ന വികാരത്തിന് മലയാള സിനിമ നൽകിയ ഏറ്റവും മനോഹരമായ നിർവചനമാണ് ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും ജീവിതബന്ധം. സാഹിത്യത്തിന്റെയും സിനിമയുടെയും അതിരുകൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെയും അവരുടെ ആത്മാവിനെയും പത്മരാജൻ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ചപ്പോൾ അത് മലയാളികളുടെ സാംസ്കാരിക ബോധത്തിന്റെ ഭാഗമായി മാറി. ഈ നിത്യഹരിത ചിത്രത്തിലെ ഐക്കോണിക് കഥാപാത്രമായ മണ്ണാർത്തോടി ജയകൃഷ്ണൻ ആധാരമായ യഥാർത്ഥ മാതൃകയെ നേരിൽ കണ്ട അനുഭവത്തിലൂടെ അടുത്തിടെ നടൻ മോഹൻലാൽ കടന്നുപോയിരുന്നു. തൃശൂർ പൂത്തോളിൽ വിശ്രമ ജീവിതം നയിക്കുന്ന 86-കാരനായ കാരിക്കാത്ത് ഉണ്ണിമേനോനെ സന്ദർശിച്ച മോഹൻലാൽ താൻ വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ കഥാപാത്രത്തിന്റെ യഥാർത്ഥ രൂപത്തെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ വൈകാരിക നിമിഷങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. 1000 കുപ്പി വീഞ്ഞു കുടിച്ച അനുഭൂതിയാണ് ഈ കൂടിക്കാഴ്ച തനിക്ക് സമ്മാനിച്ചതെന്നും താൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും പ്രേക്ഷകർ ഇന്നും ആവേശത്തോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ ജീവിക്കുന്ന മാതൃകയെ തൊട്ടുമുന്നിൽ കാണുക എന്നത് വിവരിക്കാനാവാത്ത മാനസികാവസ്ഥയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തനിക്ക് പത്മരാജൻ നിർമ്മിച്ചു നൽകിയ ഒരു വലിയ സ്മാരകമാണ് മണ്ണാറത്തോടി ജയകൃഷ്ണൻ എന്ന കഥാപാത്രമെന്ന് ഉണ്ണിമേനോൻ വൈകാരികമായി ഓർത്തെടുത്തു. ആയാസമില്ലാതെ തന്റെ ശൈലിയും ഭാവങ്ങളും മോഹൻലാൽ വെള്ളിത്തിരയിൽ പകർത്തി വെച്ചതിനെ അദ്ദേഹം അത്ഭുതത്തോടെയാണ് സ്മരിച്ചത്. പട്ടണത്തിൽ ജീവിക്കുമ്പോൾ കച്ചവടക്കാരനും സൗഹൃദങ്ങൾക്കൊപ്പം ആർമാദിക്കുന്ന ആധുനിക യുവാവായ ജയകൃഷ്ണൻ തന്റെ ഗ്രാമമായ മണ്ണാറത്തോടിയിൽ എത്തുമ്പോൾ തനി നാട്ടിൻപുറത്തുകാരനായ കർഷകനായി മാറും. ഈ ദ്വിജീവിതത്തിന്റെ നടുവിലേക്കാണ് മഴയുടെ കുളിരോടും വന്യതയോടും കൂടെ ക്ലാര എന്ന പെൺകുട്ടി കടന്നു വരുന്നത്. ക്ലാരയും ജയകൃഷ്ണനും തമ്മിലുള്ള ബന്ധം വെറുമൊരു സാധാരണ പ്രണയമായിരുന്നില്ല. അത് ശരീരങ്ങൾക്കപ്പുറം ആത്മാക്കൾ തമ്മിൽ പങ്കുവെച്ച അഗാധമായ ഒരു വൈകാരിക ബന്ധമായിരുന്നു. ക്ലാരയുടെ വരവും ഒപ്പമുള്ള രാത്രികളും തൃശ്ശൂരിലെ പ്രകൃതിയും മഴയും എല്ലാം പത്മരാജൻ അവതരിപ്പിച്ചത് അത്യപൂർവമായ ദൃശ്യഭാഷയിലായിരുന്നു. സമൂഹത്തിന്റെ പൊതുധാരണകൾക്കോ പരമ്പരാഗത ചട്ടുകൂടുകൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു ക്ലാരയും ജയകൃഷ്ണനും തമ്മിലുള്ള പ്രണയം. സ്വന്തമാക്കൽ മാത്രമല്ല പ്രണയം, മറിച്ച് ഒരാളെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥ പ്രണയമെന്ന് ക്ലാരയും ജയകൃഷ്ണനും നമ്മളെ പഠിപ്പിച്ചു. 39 വർഷങ്ങൾക്കിപ്പുറം ക്ലാരയുടെയും ജയകൃഷ്ണന്റെയും പ്രണയം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഈ സിനിമയുടെ ഭൂതകാല ചരിത്രത്തിന് വലിയൊരു വേദനയുടെ കഥ പറയാനുണ്ട്. 1987 തൂവാനത്തുമ്പികൾ തിയേറ്ററുകളിലേക്ക് എത്തിയ സമയത്ത് ചിത്രത്തിന് അർഹിച്ച രീതിയിലുള്ള വാണിജ്യ വിജയമോ സ്വീകാര്യതയോ ലഭിച്ചിരുന്നില്ല. അക്കാലത്തെ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ക്ലാര എന്ന കഥാപാത്രത്തെയും അവളുടെ ജീവിത തിരഞ്ഞെടുപ്പുകളെയും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തക്കവണ്ണമുള്ള പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്നില്ല. സിനിമയെ ഒരു ക്ലാസ് പടം എന്ന് മുദ്രകുത്തി ബോക്സ് ഓഫീസിൽ നിന്ന് ആരാധകരും പൊതുസമൂഹവും തള്ളിക്കളഞ്ഞു. ചിത്രത്തിന്റെ പരാജയം അന്ന് അതിന്റെ സൃഷ്ടാവായ പത്മരാജനും അണിയറ പ്രവർത്തകർക്കും അവരുടെ ഉറ്റവർക്കും സമ്മാനിച്ചത് വലിയ വേദനയും പരിഹാസവുമായിരുന്നു. സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം കോളേജ് പടവുകളിൽ വെച്ച് നേരിടേണ്ടി വന്ന അവജ്ഞയെക്കുറിച്ച് പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ പോലും പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
തിയേറ്ററുകളിൽ പതറിപ്പോവുകയും നിരൂപകരാൽ വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു അത്. പക്ഷെ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പത്മരാജൻ പറഞ്ഞൊരു വാക്കുണ്ട്: ഒരു മികച്ച കലാസൃഷ്ടിയുടെ യഥാർത്ഥ വിധി കൽപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞായിരിക്കും. അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരു പക്ഷേ മറ്റൊരു തലമുറ തന്നെ പിറക്കേണ്ടി വരും. ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വാക്കുകളുടെ ആഴം എത്രത്തോളം സത്യമായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. കാലം എന്ന മഹത്തായ വിധികർത്താവ് ആ കാഞ്ഞിരപ്പകയെ കരിമ്പിൻ മധുരമാക്കി മാറ്റി. അന്ന് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട തൂവാനത്തുമ്പികൾ ഇന്ന് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്നു. സാഹിത്യകൃതിയായ ഉദകപ്പോളയിൽ നിന്നും കാരിക്കാത്ത് ഉണ്ണിമേനോന്റെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഊർജം കൊണ്ട് പത്മരാജൻ മെനഞ്ഞെടുത്ത ഈ ചിത്രം ഇപ്പോൾ മലയാളി യുവത്വത്തിന്റെ പ്രിയപ്പെട്ട പ്രണയ ചിത്രമായി ആഘോഷിക്കപ്പെടുകയാണ്. പ്രണയത്തിന്റെ അതിജീവനവും നഷ്ടബോധത്തിന്റെ സൗന്ദര്യവും ഇതിലും മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു ചിത്രമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ക്ലാര വരുമ്പോഴൊക്കെ പെയ്യുന്ന ആ കുളിർ മഴയും, ജോൺസൺ മാസ്റ്റർ ഒരുക്കിയ അതിമനോഹരമായ പശ്ചാത്തല സംഗീതവും, മണ്ണാറത്തോടെ ജയകൃഷ്ണന്റെ തൃശൂർ ഭാഷാ ശൈലിയും ഓരോ മലയാളിയുടെയും മനസ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. 39 വർഷത്തെ കാലയളവ് മായ്ച്ചു കളയാത്ത ഒരു നിത്യഹരിത അനുഭവമായി ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും പ്രണയം എന്നും നിലനിൽക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ ഉന്മ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് തിയേറ്ററുകളിൽ ഒരിക്കൽ മുടന്തു വീണ ഈ ചിത്രം ഋതുമാറ്റങ്ങൾക്കൊപ്പം പുതിയ തലമുറകളുടെ മനസ്സിൽ പ്രണയത്തിന്റെ മുല്ലവാഴ്ചയായി ഇന്നും പുനർജനിച്ചു കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ക്ലാര ഇന്നും സ്റ്റാറ്റസുകളിൽ നിറയുന്നത് ഇതിന് ഉദാഹരണമാണ്.